തൃശൂരിനായി പ്രത്യേക തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ സിപിഐ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കും. ബിജെപിക്ക് പിന്നാലെ കോൺഗ്രസും തൃശൂരിൽ വമ്പൻ പ്രചാരണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. ആർ ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിനോടകം തന്നെ കോൺഗ്രസും ബിജെപിയും വലിയ രീതിയിലുള്ള പ്രചാരണം തൃശൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇനി തൃശൂരിൽ സിപിഐയുടെ നീക്കം? സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂർ മണ്ഡലം പിടിക്കാനായി ബി.ജെ.പി. വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചാരണ പരിപാടികൾ പല ഘട്ടങ്ങളിലായി നടന്നു. ഇതിന് പിന്നാലെ കോൺഗ്രസും ദേശീയ നേതാക്കളെ അണിനിരത്തി തൃശൂരിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് തൃശൂരിലേക്ക് വരുന്നത്. ഫെബ്രുവരി ആദ്യ ദിവസങ്ങളിൽ ഈ പ്രചാരണ പരിപാടികളോടെ തൃശൂർ മണ്ഡലത്തിലെ മത്സരം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുമെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായ ചർച്ച. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മണ്ഡലത്തിനായി പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കണമെന്ന ധാരണയാണ് ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ മണ്ഡലം CPIക്ക് എക്കാലത്തും വേരോട്ടമുള്ള മണ്ഡലമാണ്. LDF അനുകൂല മണ്ഡലമായിരുന്നു. 2009-14 കാലഘട്ടം വരെ CN ജയദേവനായിരുന്നു അവിടെ. 2014 മുതലാണ് ഇങ്ങോട്ട് മണ്ഡലം നഷ്ടപ്പെട്ടത്. പിന്നീട് അതിനു മുമ്പ് CN ജയദേവനായിരുന്നു MP. VV രാഘവനെ പോലുള്ള വലിയ നേതാക്കന്മാരും തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് CPIയിൽ നിന്ന്. അതുകൊണ്ട് വളരെ പാരമ്പര്യമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രത്യേക തിരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ധാരണ. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പരിപാടി കൂടി കഴിഞ്ഞ് തൃശ്ശൂരിൽ ഏത് നിലയിലുള്ള പ്രചാരണ പരിപാടികളും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമാണ് ആവിഷ്കരിക്കേണ്ടെന്ന കാര്യം സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട് തീരുമാനിക്കും. തൃശ്ശൂരിൽ അടക്കം പ്രത്യേക യോഗങ്ങളും ഇക്കാര്യത്തിലുണ്ടാകും. എന്തായാലും എല്ലാ ഭാഗത്തു നിന്നുമുള്ള വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രചരണ തന്ത്രം അവിടെ ആവിഷ്കരിക്കും. ഇപ്പോൾ ശക്തമായ മത്സരത്തിനുള്ള കളമൊരുക്കിയ സാഹചര്യത്തിൽ LDFന് വലിയ സാധ്യതയുണ്ടെന്നാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന ചർച്ചയിലെ വിലയിരുത്തൽ. കാരണം BJP കോൺഗ്രസ് വോട്ടുകൾ വിഘടിച്ചു പോകുമ്പോൾ മൂന്നാമതായി വോട്ടുകൾ വരാൻ പോകുന്നത് LDFിലേക്കാണ്. LDFിൻ്റെ ബേസ് വോട്ടുകൾ ലഭിച്ചാൽ അവിടെ വിജയം കൈവരിക്കാമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ നടത്തി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി നടത്തുന്ന സാമ്പ്രദായിക രീതി ഉപേക്ഷിക്കണമെന്നാണ് പല നേതാക്കളും ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടത്. ചില മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ഒരു പ്രത്യേക ഘടകമാണ് വിജയത്തിന്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അമാന്തിക്കരുത്. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് ഇറക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് ഉയർന്ന ആവശ്യം. ഇതിൽ കാര്യത്തിൽ അനുകൂലമായ പ്രതികരണമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഇന്നലെ ഉണ്ടായത്. തിരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് നൽകിയത്.